വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തിയോഡലൈറ്റ് സർവേ ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വെയിറ്റേജ് കൂടിയതുമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് തിയോഡലൈറ്റ് സർവേ എന്ന് പറയുന്നത്. സോ എന്താണ് തിയോഡലൈറ്റ് സർവേ നമുക്ക് നോക്കാം. തിയോഡലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ കാണുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കാരണം കോളേജസിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് തിയോഡലൈറ്റ്. തിയോഡലൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ആംഗിൾസും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിയോഡലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഈ തിയോഡലൈറ്റിനെ തന്നെ നമ്മൾ യൂണിവേഴ്സൽ ഇൻസ്ട്രുമെൻ്റ് എന്നാണ് മുന്നേ വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അതിനുശേഷം വേറെ മോഡേൺ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും യൂണിവേഴ്സൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് തിയോഡലൈറ്റ് തന്നെയാണ്. ഇനി തിയോഡലൈറ്റിൻ്റെ പർപ്പസ് എന്തൊക്കെയെന്നാണ്. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ പറ്റും, ഡിഫ്ലക്ഷൻ ആംഗിൾസ് മെഷർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മാഗ്നറ്റിക് ബിയറിങ്, ഒരു ലൊക്കേറ്റിംഗ് പോയിൻറ്റ്സ് ഓൺ എ ലൈൻ, പ്രൊലോങ്ങിങ് സർവേ ലൈൻസ്, ഫൈൻഡിങ് ഡിഫറൻസ് ഓഫ് ലെവൽ, സെറ്റിംഗ് ഔട്ട് ഗ്രേഡ്സ്, റേഞ്ചിങ് കർവ്സ്, ടാക്യോമെട്രിക് സർവേ. ഇതെല്ലാം നമ്മുടെ തിയോഡലൈറ്റിൻ്റെ പർപ്പസ് ആണ്, അല്ലെങ്കിൽ യൂസസ് ആണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷനാണ് തിയോഡലൈറ്റിൻ്റെ. തിയോഡലൈറ്റിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസിറ്റും നോൺ ട്രാൻസിറ്റും അത് എന്ന് പറയുന്നത് പ്രൈമറി ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. പ്രൈമറി ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ട്രാൻസിറ്റും തിയോഡലൈറ്റും. അടുത്ത സെക്കൻഡറി ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് വെർണിയർ, മൈക്രോമീറ്റർ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിജിറ്റൽ തിയോഡലൈറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. മെയിനായിട്ട് തിയോഡലൈറ്റ് ക്ലാസിഫൈ ചെയ്യുന്നത് പ്രൈമറി ക്ലാസിഫിക്കേഷൻ ആൻഡ് സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ എന്നാണ്. പ്രൈമറി ക്ലാസിഫിക്കേഷനിലാണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റും നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റും വരുന്നത്. സെക്കൻഡറി ക്ലാസിഫിക്കേഷനിലാണ് വെർണിയർ തിയോഡലൈറ്റ്, മൈക്രോമീറ്റർ, ഇലക്ട്രോണിക് ഡിജിറ്റൽ തിയോഡലൈറ്റ് വരുന്നത്. ഇനി ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ ടെലസ്കോപ്പ് വെർട്ടിക്കൽ പ്ലെയിന് എബൌട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ പ്ലെയിനും അതുപോലെ ഹൊറിസോണ്ടൽ ആക്സിസും നമുക്ക് പറയാം. ടെലസ്കോപ്സ് റൊട്ടേറ്റ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ എബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ്. ഇനി നോൺ ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട്, എന്തായിരിക്കും, ഈ ടെലസ്കോപ്പിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ടെലസ്കോപ്പ് കനോട്ട് ബി ട്രാൻസ്മിറ്റർ. ഓക്കെ, അതാണ് നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ക്ലാസിഫിക്കേഷനിൽ വരുന്ന വെർണിയർ തിയോഡലൈറ്റ് എന്തെന്നാൽ നമ്മൾ റീഡിങ് എടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഗ്രാജുവേറ്റഡ് സർക്കിളിലുള്ള റീഡിങ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെർണിയേഴ്സ് ആയിരിക്കും. വെർണിയേഴ്സ് ആർ യൂസ്ഡ് ടു റീഡ് ദി ഗ്രാജുവേറ്റഡ് സർക്കിൾ. ദെൻ മൈക്രോമീറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ മൈക്രോമീറ്റർ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, വെർണിയറിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോമീറ്റർ ആയിരിക്കും. ഇനി തിയോഡലൈറ്റിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഇലക്ട്രോണിക് ഡിജിറ്റൽ തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. അവിടെ ഡിജിറ്റൽ നമ്പേഴ്സ് ആയിട്ടായിരിക്കും നമുക്ക് റീഡിങ് കാണാൻ കഴിയുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തിയോഡലൈറ്റിൻ്റെ പാർട്സ് ആണ്. ഓക്കെ, പാർട്സ് ഓഫ് തിയോഡലൈറ്റ് ആണ്. ലെവലിംഗ് ഹെഡ്, ലോവർ സർക്കുലർ പ്ലേറ്റ്, അപ്പർ സർക്കുലർ പ്ലേറ്റ്, ടെലസ്കോപ്പ്, വെർണിയർ സ്കെയിൽ, ടീ ഫ്രെയിം, പ്ലം ബോംബ്, ട്രൈപോഡ് സ്റ്റാൻഡ്. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന പാർട്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇതിൽ ഓൾട്ടിറ്റ്യൂഡ് ലെവല്, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ബബിൾ ലെവല്, അതുപോലെ പ്ലേറ്റ് ലെവല്, സ്ട്രൈഡിങ് ലെവൽ, ഇങ്ങനത്തെ കുറച്ച് ടേംസ് കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലെവലിംഗ് ഹെഡ് എന്താണെന്ന് നോക്കാം. ട്രൈബ്രാച്ചും ഫുഡ് സ്ക്രൂസും അടങ്ങിയിരിക്കുന്നതാണ് ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഔട്ടർ സ്പിൻഡിൽ എന്ന് പറയുന്നത് ഹോളോ ആയിട്ടും ഇന്നർ സ്പിൻഡിൽ എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടും ആയിരിക്കും വരുന്നത്. ഈ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഔട്ടർ സ്പിൻഡിലും അതുപോലെ തന്നെ ഇന്നർ സ്പിൻഡിലും ട്രൈബ്രാച്ചും കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ലോവർ സർക്കുലാർ പ്ലേറ്റ്, അല്ലെങ്കിൽ അതിന് നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു പേരാണ് മെയിൻ സ്കെയിൽ പ്ലേറ്റ്. എന്താണ് മെയിൻ സ്കെയിൽ പ്ലേറ്റ്? ഔട്ടർ സ്പിൻഡിലായിരിക്കും ലോവർ പ്ലേറ്റ് അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ പ്ലേറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ ഗ്രാജുവേഷൻസ് എന്ന് പറയുമ്പോൾ 0 to 360 ഡിഗ്രിയാണ് വരുന്നത്. ഗ്രാജുവേഷൻസ് എന്ന് പറയുമ്പോൾ 0 to 360 ഡിഗ്രിയാണ് വരുന്നത്. ഇനി ഒരു തിയോഡലൈറ്റിൽ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോവർ പ്ലേറ്റിൻ്റെ ഡയമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. തിയോഡലൈറ്റിനെ ഡെസിഗ്നേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോവർ പ്ലേറ്റിൻ്റെ ആ ഒരു ഡയമീറ്റർ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സൈസ് ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു തിയോഡലൈറ്റിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്.
അടുത്തത് അപ്പർ പ്ലേറ്റ് ആണ്. അപ്പർ പ്ലേറ്റിനെ നമ്മൾ വെർണിയർ പ്ലേറ്റ് എന്നും പറയാറുണ്ട്. ഇത് ഇന്നർ സ്പിൻഡിലുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 വെർണിയേഴ്സ് ആണുള്ളത്. റീഡിംഗ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 20 സെക്കൻഡ്സ് ആണ് ലീസ്റ്റ് കൗണ്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇത് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ടാൻജൻറ്റ് സ്ക്രൂ അല്ലെങ്കിൽ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു പ്രിസൈസ് മെഷർമെൻറ്റ് തരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ വെർണിയർ സ്കെയിൽ. വെർണിയർ സ്കെയിലല്ല, ടെലസ്കോപ്പാണ് നമുക്ക് പറയാനുള്ള. ടെലസ്കോപ്പ് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ടെലസ്കോപ്പ് വേറൊന്നുമല്ല, നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റാണ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു എൻഡിൽ ഒബ്ജക്റ്റ് പീസും ഒരു എൻഡിൽ ഐ പീസും ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ വേർട്ടിക്കൽ പ്ലെയിന് എബൌട്ടായിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ദെൻ വെർട്ടിക്കൽ സ്കെയിൽ. വെർട്ടിക്കൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ട്രൂണിയൻ ആക്സിസ് അല്ലെങ്കിൽ നമ്മുടെ ടെലസ്കോപ്പിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസിലായിരിക്കും ഇത് മൗണ്ട് ചെയ്തിരിക്കുന്നത്. 4 ക്വാഡ്രൻ്റ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ 0 to 90 ഡിഗ്രി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വാഡ്രൻറ്റിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലൈൻ ഓഫ് കൊളിമേഷൻ ഹൊറിസോണ്ടൽ ആവുന്ന സമയത്ത് വേർട്ടിക്കൽ സർക്കിൾ കറക്റ്റ് 0 ഡിഗ്രി ആയിരിക്കണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്സ് ഒക്കെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ലൈൻ ഓഫ് സൈറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് വേർട്ടിക്കൽ ക്ലാമ്പിംഗ് സ്ക്രൂവും വെർട്ടിക്കൽ ടാൻജൻറ്റ് സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് ടി ഫ്രെയിം. ടി ഫ്രെയിമിനെ നമുക്ക് ഇൻഡെക്സ് ബാർ എന്നും പറയാം. ടി ഫ്രെയിമിനെ നമുക്ക് ഇൻഡെക്സ് ബാർ അല്ലെങ്കിൽ വെർണിയർ ഫ്രെയിം എന്ന് പറയാം. ഇതും ട്രൂണിയൻ ആക്സിസിന് തന്നെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. വെർട്ടിക്കൽ സർക്കിളിന് ഫ്രണ്ടിലായിട്ടായിരിക്കും വരുന്നത്. ഒരു ഹൊറിസോണ്ടൽ ലെഗ് കാണും. എന്ന് വെച്ചാൽ ടി ഷേപ്പാണ്. ടി ഷേപ്പിൽ ഹൊറിസോണ്ടൽ ലെഗ് കാണും. അതിന് നമ്മൾ ഇൻഡെക്സ് ആമെന്നും വെർട്ടിക്കൽ ലെഗിനെ നമ്മൾ ക്ലിപ്പിംഗ് ആമെന്നുമാണ് പറയുന്നത്. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ ഷേപ്പിന് തന്നെ അറിയാം, ഒരു ഹൊറിസോണ്ടലും ഉണ്ട് വെർട്ടിക്കലും ഉണ്ട്. ആ ഒരു ഹൊറിസോണ്ടൽ പോർഷനെ നമ്മൾ ഇൻഡെക്സ് ആമെന്നും വെർട്ടിക്കൽ പോർഷനെ ക്ലിപ്പിംഗ് ആമെന്നുമായിരിക്കും പറയുന്നത്. ഈ ഇൻഡെക്സ് ആമെന്ന് പറഞ്ഞാൽ 2 വെർണിയറിനെ ക്യാരി ചെയ്തിട്ടുണ്ട്. ദെൻ പ്ലംബോംബ് ഓൾറെഡി നമ്മൾ പ്ലെയിൻ ടേബിളൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞത് തന്നെയാണ്, സെയിം ആണ്. ട്രൈപോഡും സെയിം തന്നെയാണ്. അതിൽ പുതിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അവിടെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി നമുക്ക് കുറച്ച് തിയോഡലൈറ്റ് സർവേയിൽ വരുന്ന ടേംസ് നോക്കാം. ഫസ്റ്റ് വേർട്ടിക്കൽ ആക്സിസ് ആണ്. നമ്മൾ നമ്മുടെ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്ന ബേസിസിൽ ഒക്കെയാണ് നമ്മൾ വേർട്ടിക്കൽ ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ ട്രൂണിയൻ ആക്സിസ് ഒക്കെ പറയുന്നത്. ഇറ്റ് ഈസ് ദ ആക്സിസ് അബൌട്ട് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, ഹൊറിസോണ്ടൽ ഇത്രയും ശ്രദ്ധിച്ചത്. വേർട്ടിക്കൽ ആക്സിസ് ആണെങ്കിൽ അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ അബൌട്ടായിട്ടായിരിക്കും വരേണ്ടത്. ഓക്കെ, ഇനി നേരെ മറിച്ച് നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് എടുക്കുമ്പോൾ അവിടെ വെർട്ടിക്കൽ പ്ലെയിൻ ആയിരിക്കും വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ വായിക്കാം, ഒന്ന് ശ്രദ്ധിക്കുക. വേർട്ടിക്കൽ ആക്സിസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദ ആക്സിസ് അബൌട്ട് വിച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇതാ ഞാൻ പറഞ്ഞത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ വേർട്ടിക്കൽ ആക്സിസ് ആയിരിക്കും. വെൻ ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ലെവൽഡ് വെർട്ടിക്കൽ ആക്സിസ് ബിക്കംസ് ട്രൂലി വെർട്ടിക്കൽ. ദെൻ ഹൊറിസോണ്ടൽ ആക്സിസ്, അതിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ട്രൂണിയൻ ആക്സിസ് എന്ന് പറയുന്നത്. ട്രൂണിയൻ ആക്സിസ് ഇതെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ദ ആക്സിസ് അബൌട്ട് വിച്ച് ദ ടെലസ്കോപ്സ് ആൻഡ് വെർട്ടിക്കൽ സർക്കിൾസ് റൊട്ടേറ്റ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ ആക്സിസ് വന്നാൽ റൊട്ടേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, അടുത്ത് പറയുന്നതാണ് സ്വിങ്ങിങ്. എന്താണ് സ്വിങ്ങിങ് എന്ന് നോക്കാം. സ്വിങ്ങിങ് ദ ടെലസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ബേസ് ചെയ്ത്. എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ അവിടെ വെർട്ടിക്കൽ ആക്സിസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ അവിടെ വരുന്ന ആക്സിസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസ് ആയിരിക്കും. അപ്പോൾ റൊട്ടേറ്റിംഗ് ദ ടെലസ്കോപ്സ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ ആക്സിസ്, ഇങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ സ്വിങ്ങിങ് എന്നാണ് പറയുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ ഊഞ്ഞാലാടുന്നില്ലേ, അത് നോക്കിയാൽ മതി. നമ്മൾ ആ ഊഞ്ഞാൽ ആടുന്ന സമയത്ത് അത് വേർട്ടിക്കൽ ആക്സിസ് ആണ്. പക്ഷെ നമ്മൾ ആടുന്ന പ്ലെയിൻ നോക്കിയാൽ അതെന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. മെയിനായിട്ട് ഓർത്ത് വയ്ക്കേണ്ട കാര്യം ഇതാണ്. അത് സെയിം, അത് ഒരെണ്ണം ഓർത്ത് വെച്ചാൽ നമുക്ക് അടുത്ത് പഠിക്കുന്നതും കിട്ടും. അപ്പോൾ സ്വിങ്ങിങ് എന്താണ്? റൊട്ടേറ്റിംഗ് ദി ടെലസ്കോപ്പ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ടു വേർട്ടിക്കൽ ആക്സിസ്. ഇനി ഇത് 2 ഡയറക്ഷനിൽ വരും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? റൈറ്റ് സ്വിങ്. ക്ലോക്ക് വൈസ്. ഓക്കെ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ റൈറ്റ് സ്വിങ്ങും, അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് എങ്കിൽ അത് ലെഫ്റ്റ് സ്വിങ് എന്നുമാണ് പറയുന്നത്. അതുപോലെ ഇത് പറയുമ്പോൾ ഒരെണ്ണം കൂടെ നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ട്രാൻസിറ്റിംഗ്.
ട്രാൻസിറ്റിംഗ് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് റിവേഴ്സിങ് എന്നോ അല്ലെങ്കിൽ പ്ലഞ്ചിങ് എന്നോ ഒക്കെ പറയാം. എന്താണ് ട്രാൻസിറ്റിംഗ് അല്ലെങ്കിൽ റിവേഴ്സിങ് അല്ലെങ്കിൽ പ്ലഞ്ചിങ്? അപ്പോൾ ഇത് വേറൊന്നുമല്ല, ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ പ്ലെയിനും ആയിരിക്കും. ശ്രദ്ധിക്കുക, നേരത്തെ ഞാൻ പറഞ്ഞ സ്വിങ്ങിങ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ ആക്സിസും ആയിരുന്നു. ട്രാൻസിറ്റിംഗ് അല്ലെങ്കിൽ റിവേഴ്സിംഗ് അല്ലെങ്കിൽ പ്ലഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ പ്ലെയിനുമാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടേണിംഗ് ദ ടെലസ്കോപ്പ് എബൌട്ട് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ആക്സിസ് ത്രൂ 180 ഡിഗ്രി ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എപ്പോഴും 180 ഡിഗ്രിയാണ് പറയുന്നത്. സ്വിങ്ങിങ്, നമ്മുടെ ഊഞ്ഞാലാടുന്ന ഒന്ന് നോക്കിയാൽ മാത്രം മതി, ഈ രണ്ടെണ്ണവും നമുക്ക് പഠിക്കാം. ഊഞ്ഞാലാടുന്നതിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അത് സ്വിങ്ങിങ്ങും, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ട്രാൻസിറ്റിങ്ങുമാണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഫേസ് ലെഫ്റ്റ് എന്താണെന്ന് നോക്കാം. ഫേസ് ലെഫ്റ്റ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്നത് ഒബ്സർവറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് ഫേസ് ലെഫ്റ്റ് എന്ന് പറയാം. ദെൻ അതുപോലെ തന്നെയുള്ളതാണ് ഫേസ് റൈറ്റ്. ഫേസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ്, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. ആ ഒരു പൊസിഷൻ റൈറ്റ് സൈഡ് ആണെങ്കിൽ അതിനെ നമുക്ക് ഫേസ് റൈറ്റ് എന്ന് പറയാം. ദെൻ ചേഞ്ചിങ് ഫേസ് എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ സർക്കിൾ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട്, ഇപ്പോൾ ഫേസ് ലെഫ്റ്റിൽ നിന്ന് ഫേസ് റൈറ്റിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അതിനെയാണ് ചേഞ്ചിങ് ഫേസ് എന്ന് പറയുന്നത്. ദ ഓപ്പറേഷൻ ഓഫ് ബ്രിങ്ങിങ് ദ വെർട്ടിക്കൽ സർക്കിൾ ഫ്രം വൺ സൈഡ് ഓഫ് ദ ഒബ്സർവർ ടു ദി അതർ ഈസ് നോൺ ആസ് ചേഞ്ചിങ് ഫേസ്. ഇറ്റ് ഈസ് ഡൺ ഇൻ 2 steps. ഏതൊക്കെയാണത്? ഫസ്റ്റ്ലി റിവോൾവ് ദ ടെലസ്കോപ്പ് ത്രൂ 180 ഡിഗ്രി ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ദെൻ റൊട്ടേറ്റ് ഇറ്റ് through 180 degree in the horizontal plane. Therefore, first transit the telescope and then swing it through 180 degree. അപ്പം ശ്രദ്ധിക്കുക, ആംഗിൾസ് ഈസ് 180 ഡിഗ്രി ആണ് വരുന്നത്. അപ്പം ചേഞ്ചിങ് ഫേസ് എന്താണെന്ന് പറഞ്ഞു, അതിന് ചെയ്യാനുള്ള ആ ഒരു 2 സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്, ചേഞ്ചിങ് ഫേസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താണ്, നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലോട്ട്, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ആ മാറ്റുന്നതിനെയാണ് നമ്മൾ ചേഞ്ചിങ് ഫേസ് എന്ന് പറയുന്നത്. ആ ഒരു ലൊക്കേറ്റ് ചെയ്യുന്നതിനാണ് ചേഞ്ചിങ് ഫേസ് എന്ന് പറയുന്നത്. ഫേസ് ലെഫ്റ്റിലിരിക്കുന്നതാണെങ്കിൽ ഫേസ് റൈറ്റിലോട്ട് കൊണ്ടുപോകുന്നത്, ഫേസ് റൈറ്റിലിരിക്കുന്നതാണെങ്കിൽ ഫേസ് ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത് പറയുന്നത് ലൈൻ ഓഫ് കൊളിമേഷൻ. ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ലൈനാണ്. നമ്മുടെ ഒബ്ജക്റ്റ് പീസും ഐ പീസിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകുന്ന ഒരു ഇമാജിനറി ലൈൻ. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രോസ് എയറിലൂടെ ആയിരിക്കും പോകുന്നത്. എന്നിട്ട് ഒബ്ജക്റ്റ് ഗ്ലാസ്സിലൂടെ പോയിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, നമുക്ക് എന്താണ്, നമ്മുടെ ടെലസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് ഐ പീസും ഉണ്ട് ഒബ്ജക്റ്റ് വെയിനും ഉണ്ട്. ഐ പീസിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഐ പീസിൽ ഒരു ക്രോസ് എയർ കാണും. ആ ക്രോസ് എയറിലൂടെ ആയിരിക്കും ആ ലൈൻ പോകുന്നത്. എന്നിട്ട് ആ ഒബ്ജക്റ്റ് ഗ്ലാസും കഴിഞ്ഞത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ ലൈൻ ഓഫ് കൊളിമേഷൻ എന്നും, ഒബ്ജക്റ്റ് ഗ്ലാസ് വരെ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്നുമാണ് പറയുന്നത്. മിക്ക ടെസ്റ്റിലും ഇതൊക്കെ ഒരെണ്ണമായിട്ട് ലൈൻ ഓഫ് കൊളിമേഷൻ ലൈൻ ഓഫ് സൈറ്റും ഒറ്റ വേർഡായിട്ട് എന്ന് വെച്ചാൽ ഒന്നിൻ്റെ മറ്റൊരു പേരാണ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് പറഞ്ഞാൽ രണ്ടാണ്. ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറഞ്ഞാൽ ഐ പീസിൻ്റെ ക്രോസ് എയർ ടു ഒബ്ജക്റ്റ് വെയിനും കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്താൽ അതിന് നമ്മൾ ലൈൻ ഓഫ് കൊളിമേഷൻ എന്നും, ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് വെയിൻ വരെ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ലൈൻ ഓഫ് കൊളിമേഷൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലൈൻ ഓഫ് സൈറ്റ്. കണ്ടോ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലൈൻ ഓഫ് സൈറ്റ് എന്നാണ്. എടുത്തു പറയുന്നു എന്താണ്, രണ്ടിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. It is an imaginary line joining the intersection of crosshairs of the diagram to the optical center of the object glass and its continuation. Object glass വരെയാണെങ്കിൽ അതിന് നമുക്ക് കറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് എന്നും, ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ലൈൻ ഓഫ് കൊളിമേഷൻ എന്നും പറയാം. എടുത്തു പറയുന്നു, നിങ്ങൾ റെഫർ ചെയ്യുന്ന ബുക്സിൽ രണ്ടും ഒറ്റ ടേം ആണെന്നുള്ള രീതിയിലായിരിക്കും കാണുന്നത്, പക്ഷെ രണ്ടിനും വ്യത്യാസമുണ്ട്. ദെൻ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇതും ഇമാജിനറി ലൈനാണ്. നമ്മുടെ ഒപ്റ്റിക്കൽ സെൻറ്റർ മുതൽ സെൻറ്റർ ഓഫ് ഐ പീസ് വരെ, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോക്കുന്ന സ്ഥലം ആദ്യം നമുക്ക് ഐ പീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഐ പീസ് മുതൽ അല്ലെങ്കിൽ ക്രോസ് എയർ മുതൽ ആ ഒരു ഒബ്ജക്റ്റ് ഗ്ലാസ് വരെ, സെൻറ്റർ ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസ് ആൻഡ് സെൻറ്റർ ഓഫ് ഐ പീസ് വരെയുള്ള ഇമാജിനറി ലൈൻ, അതിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇറ്റ് ഈസ് എ ഇമാജിനറി ലൈൻ ജോയിനിങ് ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ഒബ്ജക്റ്റ് ഗ്ലാസ് ടു ദി സെൻറ്റർ ഓഫ് ഐ പീസ്. ഐ പീസിൻ്റെയും ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെയും സെൻറ്ററിൽ കണക്ട് ചെയ്ത് പോകുന്ന ഇമാജിനറി ലൈനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്.
എന്താണ് ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് എന്ന് നോക്കാം. ഇതിനെ നമ്മൾ ബബിൾ ലൈൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറയാറുണ്ട്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ടാൻജൻഷ്യൽ ആയിട്ട് പോകുന്നത്. ബബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഉള്ള ബബിൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ആ ബബിളിന് ടാൻജൻഷ്യൽ ആയിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ഇമാജിനറി ലൈനാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ടാൻജൻഷ്യൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദ ലെവൽ ട്യൂബ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ട്യൂബ് ഇൻ ദി ഹൊറിസോണ്ടൽ വെൻ ദ ബബിൾ ഇൻ ദി സെൻറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്. ശ്രദ്ധിക്കുക, ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് ആണേ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ വെർട്ടിക്കൽ ആക്സിസും ഹൊറിസോണ്ടൽ ആക്സിസും ആണ് ഒന്നുകൂടെ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് ദ ആക്സിസ് അബൌട്ട് വിച്ച് ദ ടെലസ്കോപ്പ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ ആക്സിസ്, ഇറ്റ് ഈസ് ദ ആക്സിസ് അബൌട്ട് വിച്ച് ദ ടെലസ്കോപ്പ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ട്രൂണിയൻ ആക്സിസ്. അടുത്ത ടേമാണ് ടെലസ്കോപ്പ് നോർമൽ. ടെലസ്കോപ്പ് നോർമൽ അല്ലെങ്കിൽ നമുക്കതിനെ ടെലസ്കോപ്പ് ഡയറക്റ്റ് എന്നും പറയാം. ടെലസ്കോപ്പ് നോർമൽ അല്ലെങ്കിൽ ടെലസ്കോപ്പ് ഡയറക്റ്റ് വേറൊന്നുമല്ല, ഫേസ് ലെഫ്റ്റ് പൊസിഷനാണ്. അതിനെയാണ് നമ്മൾ ടെലസ്കോപ്പ് നോർമൽ അല്ലെങ്കിൽ ടെലസ്കോപ്പ് ഡയറക്റ്റ് എന്ന് പറയുന്നത്. ദ ഫേസ് ലെഫ്റ്റ് ഓഫ് പൊസിഷൻ ഈസ് നോൺ ആസ് ടെലസ്കോപ്പ് നോർമൽ ഓർ ടെലസ്കോപ്പ് ഡയറക്റ്റ് ഓർ ബബിൾ അപ്പ്. ദെൻ ടെലസ്കോപ്പ് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ ഫേസ് റൈറ്റ് പൊസിഷനാണ്. അതിനെയാണ് ടെലസ്കോപ്പ് ഇൻവേർട്ടഡ് അല്ലെങ്കിൽ ടെലസ്കോപ്പ് റിവേഴ്സ്ഡ്, അതുമല്ലെങ്കിൽ ബബിൾ ഡൗൺ എന്ന് പറയുന്നത്. ഈ ഓൾട്ടിറ്റ്യൂഡ് ബബിൾ ലെവൽ എപ്പോഴും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടെലസ്കോപ്പിൻ്റെ ബിലോ പോർഷനിലായിരിക്കും. ദെൻ ട്രാൻസിറ്റ് സ്റ്റേഷനാണ്. എ പോയിൻ്റ് ഓവർ വിച്ച് ദ ട്രാൻസിറ്റ് സ്റ്റാൻഡ് ആൻഡ് ഈസ് സെൻറ്റേർഡ് വെൻ ദി യൂസ്. ട്രാൻസിറ്റ് ലൈൻ, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ ടു ട്രാൻസിറ്റ് സ്റ്റേഷൻ. വളരെ സിമ്പിളാണ്, അതുകൊണ്ടാണ് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മെയിനായിട്ട് നമ്മുടെ തിയോഡലൈറ്റിന് 2 അഡ്ജസ്റ്റ്മെൻ്റ് ആണുള്ളത്. ഒന്ന് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഒന്ന് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ തിയോഡലൈറ്റിനകത്ത് ഇൻബിൽറ്റായിട്ട് വരുന്നതാണ് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ടെമ്പററി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അതിൽ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്. ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് അറ്റ് ഈച്ച് സെറ്റപ്പ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ബിഫോർ വി സ്റ്റാർട്ട് ദ ഒബ്സർവേഷൻ വിത്ത് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് നോൺ ആസ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ്: first one, setting the theodolite over the station, approximate leveling by tripod stand, centering, leveling, focusing the eyepiece, focusing the object glass, setting the vernier. ഇനി ഇതിൻ്റെ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പം വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ട്രൂണിയൻ ആക്സിസ്. ട്രൂണിയൻ അല്ലെങ്കിൽ അതിന് നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ആക്സിസ്. Vertical axis is perpendicular to Trunnian axis or horizontal axis. അതുപോലെ തന്നെ axis of plate level must be perpendicular to vertical axis. Okay, first പറഞ്ഞത് vertical axis must be perpendicular to Trunnian axis or horizontal axis. Second one, axis of plate level must be perpendicular to vertical axis. Third one, axis of altitude level. എന്താണ്? axis of altitude level must be parallel to line of collimation. നമ്മൾ ലൈൻ ഓഫ് കൊളിമേഷൻ എന്താണെന്ന് പറഞ്ഞു. സോ മൂന്നാമത്തെ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ആക്സിസ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് ലെവൽ മസ്റ്റ് ബി പാരലൽ ടു ലൈൻ ഓഫ് കൊളിമേഷൻ. അടുത്ത നാലാമത്തത്, ഈ ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറയുന്നത് ഷുഡ് കോയിൻസൈഡ് വിത്ത് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. എന്നാണ് കോയിൻസൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷുഡ് കോയിൻസൈഡ് വിത്ത് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ, വേർട്ടിക്കൽ സർക്കിൾ. അത് നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. വേർട്ടിക്കൽ സർക്കിൾ മസ്റ്റ് ബി 0. എന്താണ്? വേർട്ടിക്കൽ സർക്കിൾ മസ്റ്റ് ബി 0 വെൻ ദ ലൈൻ ഓഫ് കൊളിമേഷൻ ഈസ് ഹൊറിസോണ്ടൽ. എപ്പോഴാണ് ലൈൻ ഓഫ് കൊളിമേഷൻ കറക്റ്റ് ഹൊറിസോണ്ടൽ ആകുമ്പോൾ വേർട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഇതാണ് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ പറയാം. വെർട്ടിക്കൽ ആക്സിസ് must be perpendicular to Trunnian axis or horizontal axis. Axis of plate level must be perpendicular to vertical axis. Axis of altitude level must be parallel to line of collimation. Line of collimation should coincide with the axis of telescope. Vertical circle must be 0 when the line of collimation is horizontal. ഇനി ഇതിൽ തന്നെ നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക്
ഫോക്കസ് ചെയ്യുന്ന കാര്യം, ജെറ്റ് ഗ്ലാസും ഐ പീസും ഫോക്കസ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു. ആ ഫോക്കസിങ് കറക്റ്റ് ആയില്ല എങ്കിൽ ആ ഒരു ഡിഫക്റ്റിന് വേറൊരു പേര് നമ്മൾ പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എലിമിനേഷൻ ഓഫ് പാരലാക്സിസ് എന്ന് പറയുന്നത്. എലിമിനേഷൻ ഓഫ് പാരലാക്സ്. ഓക്കെ, അപ്പോൾ ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഐ പീസും ഒബ്ജക്റ്റീവും കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തില്ല എങ്കിൽ നമുക്ക് പറ്റുന്നതാണ് ഈ പറയുന്ന എലിമിനേഷൻ ഓഫ് പാരലാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്ത് എന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മെഷർമെൻ്റ് ഒക്കെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ തന്നെ ഒരു 2 മെത്തേഡ് കൂടെ നമ്മുടെ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്നതിന് പറയുന്നുണ്ട്. ഒന്ന് റെപ്പറ്റീഷൻ മെത്തേഡ്. എന്താണ് റെപ്പറ്റീഷൻ മെത്തേഡ്? നമ്മൾ കോളേജിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കലി ചെയ്യുന്നതാണ്. വേറൊന്ന് റീഐട്രേഷൻ മെത്തേഡ്. റെപ്പറ്റീഷൻ മെത്തേഡും ഉണ്ട്, റീഐട്രേഷൻ മെത്തേഡും ഉണ്ട്. എന്താണ് റെപ്പറ്റീഷൻ മെത്തേഡ്, എന്താണ് റീഐട്രേഷൻ മെത്തേഡ് നോക്കാം. റെപ്പറ്റീഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്യുറസി ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെപ്പറ്റീഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 പ്രാവശ്യം ഒരേ സാധനം തന്നെ ഒരു 3 പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്തൊക്കെ നോക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെപ്പറ്റീഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഫേസ് ലെഫ്റ്റും ഫേസ് റൈറ്റും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ റെപ്പറ്റീഷൻ മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് 3 പ്രാവശ്യമൊക്കെ നോക്കുമ്പോൾ ഒരു ആവറേജ് കണ്ടീഷൻ കിട്ടൂലേ. അത്യാവശ്യം അതിൽ നമ്മുടെ എറേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ദെൻ റീഐട്രേഷൻ മെത്തേഡ്, ഒരു പോയിന്റിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള പോയിന്റ്സൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഒരു ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷനേ കാണുള്ളൂ, എന്നിട്ട് ബാക്കിയുള്ളതിൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾ എല്ലാം എടുക്കുന്നത് ഈ ഒരു ഒറ്റ പോയിന്റിൽ നിന്നായിരിക്കും. അതിനെയാണ് നമ്മൾ റീഐട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ ആംഗിൾസ് മെഷർ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്, എന്നിട്ട് ആ സം എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ഈ ഒരു 2 മെത്തേഡ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റെപ്പറ്റീഷനും റീഐട്രേഷനും ഒക്കെ PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഈ തിയോഡലൈറ്റിൽ പഠിച്ച ഏകദേശമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എല്ലാ പോർഷൻസും മുന്നേ പ്രീവിയസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.